പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് പാപത്തെ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ബർന്നദീത്ത പറയുന്നത്, പാപം ചെയ്യുന്നവനല്ല പാപികൾ, പാപത്തിൽ കിടക്കുന്നവൻ്റെ പേരാണ് പാപി. അതിനാൽ നമുക്ക് ഏറ്റുപറയാം. ലൂക്കായുടെ സുവിശേഷം 15 ധൂർത്തപുത്രൻ ഇപ്രകാരം ഏറ്റുപറഞ്ഞു: പിതാവേ, അങ്ങേക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു, അവിടുത്തെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. കുമ്പസാരക്കൂടിൽ, കരുണയുടെ ആ കൂട്ടിൽ പോയി നമുക്ക് ഏറ്റുപറയാം: പിതാവേ, നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നമ്മെ ശുദ്ധി ചെയ്യപ്പെടുന്ന, കഴുകി ശുദ്ധി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുമ്പസാരക്കൂട്. അവിടെ കരുണയുടെ ദൈവം നമ്മെ ശുദ്ധി ചെയ്യുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2:22 പറയുന്നു: നായ്ക്കൾ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി വീണ്ടും ചെളിക്കുണ്ടിലേക്ക് പോകുന്നു. നമ്മൾ നായ്ക്കളല്ല, നമ്മൾ പന്നികളല്ല, മനുഷ്യരാണ്. അതിനാൽ കുളി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയുള്ളവരാണ്. പാപം ഏറ്റുപറഞ്ഞാൽ നമ്മളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. തിരുവചനത്തിൽ പ്രകാരം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ആ കരുണയുടെ സവിധത്തിൽ പോയി നാം നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ഉണ്ടാകും. വീണ്ടും തിരുവചനത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39:11 പറയുന്നു: പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെപ്പോലെ നശിപ്പിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റുപറയാം. ഈ നോമ്പുകാലത്ത് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധമായ മനസ്സോടും ഹൃദയത്തോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ ഈ അനുഭവത്തിലേക്ക്, രഹസ്യങ്ങളിലേക്ക് നമുക്ക് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ രക്ഷാകര രഹസ്യത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുവാൻ വേണ്ട കൃപ ഞങ്ങൾക്കായി നൽകണമേ. അവിടുത്തെ അനന്തമായ സ്നേഹം നഷ്ടപ്പെടുത്തിയ ദിനങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ ഈ ദിനങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.